വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സിലുണ്ടാകുന്ന 5 പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. ഈ 5 ലക്ഷണങ്ങളും തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവുന്നവയാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു മുമ്പ് ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റിൽ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓരോ സ്ത്രീകൾക്കും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. ചിലർക്ക് ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിന്റെ സമയങ്ങളിലൊക്കെ ഒരുപാട് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകും. മറ്റു ചിലർക്കെന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാവില്ല. ഈവൻ ഒരു സ്ത്രീയുടെ തന്നെ 2 പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതുപോലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റി വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കെയർ ശരീരത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ചിലർക്കൊക്കെ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവാതെ തന്നെ പ്രഗ്നന്റ് ആകും. ചിലർക്ക് സോകോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇത് കാണുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ തോത് എത്രത്തോളമാണ്, അതായത് എപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് പോലെയാണോ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആണോ പീരിയഡ്സ് ആണോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എല്ലാ ശരീരഭാഗങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വരാറുണ്ട്. ഇതിൽ നിങ്ങളുടെ ബ്രസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്രസ്, പിന്നെ നിങ്ങളുടെ സെർവിക്സ്, ഈ പോർഷനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും പ്രകടമായിട്ടുള്ള പല മാറ്റങ്ങളും ഈ 3 ശരീരഭാഗങ്ങളിലും നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. ഇവിടെ നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാറുണ്ട്. രക്തയോട്ടം അങ്ങോട്ടേക്ക് കൂടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെർവിക്സ് ആണ് ആ ഒരു യൂട്രസിന്റെ ഓപ്പണിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഈ യൂട്രസിനകത്തേക്ക് മറ്റുള്ള ബാക്ടീരിയാസും ഇൻഫെക്ഷൻസും ഒക്കെ കടന്നു വരുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നത് സെർവിക്സ് ആണ്. ഗർഭാശയ മുഖം നിങ്ങൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴേക്കും ക്ലോസ്ഡ് ആയിരിക്കും സെർവിക്സ്. എന്നാൽ ഇതിലോട്ട് മറ്റുള്ള ബാക്ടീരിയാസ് ഒക്കെ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ കുഞ്ഞിലോട്ട് പ്രവേശിക്കുന്നതിനും മിസ്കാരേജ് ആവുന്നതിനും യൂട്രസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതിനും ഒക്കെ കാരണമാകുന്നു. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെർവിക്സിന് നമ്മുടെ ശരീരം കൂടുതൽ ഹെൽത്തി ആയിട്ട് വെക്കുന്നു. സെർവിക്സിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഓവുലേഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ വജൈനൽ ഡിസ്ചാർജിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വജൈനൽ ഡിസ്ചാർജ് എന്ന് നമ്മൾ പറഞ്ഞാലും ഇത് പുറപ്പെടുവിച്ച് വരുന്നത് സെർവിക്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്ചാർജ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പലർക്കും കൂടുതലായിട്ട് അനുഭവപ്പെടും. ചില സ്ത്രീകളിൽ നോർമലി ഉണ്ടാകുന്ന ഡിസ്ചാർജിനെ അപേക്ഷിച്ച് കുറേയും കൂടി കൂടുതലായിട്ട് വരുമ്പോഴേക്കും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് ആകാറുണ്ട്. അപ്പോൾ ഇത് പ്രൈവറ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണമായിരിക്കും കേട്ടോ. നോർമലി നമുക്ക് എല്ലാ സ്ത്രീകൾക്കും സെർവിക്കൽ മ്യൂക്കസ് അതുപോലെ തന്നെ വജൈനൽ ഡിസ്ചാർജുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ യൂട്രസ്, നമ്മുടെ സെർവിക്സ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ വജൈന തന്നെ ഒരു ക്ലീനിങ് പ്രോസസ്സ് ശരീരത്തിൽ നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഡിസ്ചാർജ് നിങ്ങൾക്ക് പോകുന്നതിന്റെ അളവ് വളരെയധികം കൂടുതലാണെങ്കിൽ ശരീരം നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ ആണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ കിഡ്നി നല്ലതുപോലെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. കാരണം ആ ഒരു പ്യൂരിഫിക്കേഷൻ ഒക്കെ നടക്കുന്നത് കിഡ്നിയിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിഡ്നി വർക്ക് ചെയ്യുകയും വേസ്റ്റ് ശരീരത്തിൽ ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ അനുഭവപ്പെടാം. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് യൂറിനിൽ മറ്റ് പലതരത്തിലുള്ള മാറ്റങ്ങളും അനുഭവപ്പെടാറുണ്ട്. യൂറിന്റെ കളറിൽ വ്യത്യാസം വരുന്നുണ്ട്, സ്മെല്ലിൽ വ്യത്യാസം വരുന്നുണ്ട്, ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടെ സൂചനയായിരിക്കും കേട്ടോ. മൂന്നാമത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് വജൈനൽ പെയിൻ ആണ്. കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുമ്പോഴേക്കും നോർമലി പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ആ ഒരു ബ്ലഡ് പാസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ വെയിനൊക്കെ ചെറിയൊരു വലിപ്പത്തിലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ ഫോഴ്സിലോട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് വെയിൻസ് ഒക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ വികാസം നമുക്ക് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ ഭയങ്കര പ്രകടമായിട്ട് തന്നെ ഇതിന്റെ ഒരു വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ആ ഒരു സ്കിന്നിൽ, നമ്മുടെ ജെനിറ്റൽ പാർട്സിൽ, നമ്മുടെ പ്രൈവറ്റ് പാർട്ടിന്റെ ആ ഒരു സ്കിന്നിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലോവർ അബ്ഡോമിന് നേരെ താഴെയുള്ള നമ്മുടെ ഒരു സ്കിൻ ഉണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ നീര് വീഴുന്നത് പോലുള്ള വേദനകൾ, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ നിങ്ങളുടെ വജൈനയുടെ ഉള്ളില് ട്രിക്ട്രോസിസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടും. അതുപോലെ നിങ്ങളുടെ തൊടയുടെ ഇടുക്കിലെ ഈ ഭാഗങ്ങളിലുമൊക്കെ ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾക്ക് വേദനയും അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ.
അടുത്തൊരു വ്യത്യാസം വരുന്നത് നമ്മുടെ പ്യൂബിക് ഹെയർ കൂടുതലായിട്ട് വളരുക. നമുക്ക് ആ പ്രൈവറ്റ് പാർട്ടിന് അവിടെയായിട്ട് പലർക്കും ഹെയർ ഉണ്ട്. നമ്മൾ ആ ഹെയർ വളരുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് നിർത്താറാണ് പതിവ്. ഒരിക്കലും നമ്മുടെ അവിടെ കൂടുതലായിട്ട് വാക്സ് ചെയ്തിട്ട് അവിടുത്തെ ആ ഒരു ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. കാരണം മറ്റുള്ള ഇൻഫെക്ഷൻസ് ശരീരത്തിൽ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹെയർ അവിടെ നമുക്ക് ആ ഒരു ഭാഗത്ത് ഉള്ളത്. അത് കൂടുതലായിട്ട് നമ്മൾ വാക്സ് ചെയ്തൊക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. കൂടുതൽ ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് അത് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചെറുതായിട്ട് നിങ്ങൾ ഷേവ് ചെയ്തിട്ടോ കട്ട് ചെയ്തിട്ടോ ഒക്കെ നിർത്തുന്നതാണ് നല്ലത്. നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് കൂടുതലും സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു മെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മുടി നല്ലപോലെ വളരാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് ഹോർമോൺസിന്റെ ഒരു സർജ് ഉണ്ടാകുമ്പോഴേക്കും, അതായത് പ്രഗ്നൻസിയിൽ നമുക്ക് വേണ്ട വൈറ്റൽ ഹോർമോൺസ് ഒക്കെ നമുക്ക്, അതുപോലെ മുടി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള വൈറ്റൽ ഹോർമോൺസ് ഒക്കെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് വികസിക്കാറുണ്ട്. ഈ വികാസം വരുമ്പോഴേക്കും നിങ്ങളുടെ മുടി കൂടുതലായിട്ടും വളരുക, അണ്ടർആംസിന്റെ അവിടെ കൂടുതലായിട്ടും ഹെയർ ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിന്റെ അവിടെയും ഹെയർ കൂടുതലായിട്ട് വളരാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾ വെട്ടി നിർത്തിയിട്ടും പിന്നെയും അങ്ങനെ വളരുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വളർച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് പ്രഗ്നൻസിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് കേട്ടോ. ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ ആ ഒരു എൻറ്റയർ ട്രൈമസ്റ്റർ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഹോർമോൺസ് ആ ഒരു ബാക്ക് ടു നോർമൽ പൊസിഷനിലോട്ട് ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പിന്നെയും ആ ഒരു ഹെയറിന്റെ ഗ്രോത്ത് അവിടെ മിതമായിട്ടുള്ള രീതിക്ക് പോയിക്കോളും. ഇപ്പം മുടിയാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും കൊഴിയാനായിട്ടൊക്കെ തുടങ്ങും. അത് ആ ഹോർമോൺസിന്റെ സർജ് ഉണ്ടായിട്ട് പെട്ടെന്ന് അത് ഡൗൺ ആകുമ്പോൾ നമ്മുടെ ശരീരം അത് പൊരുത്തപ്പെടാനായിട്ട് ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം അനുഭവപ്പെടുന്നത് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നത് വജൈനൽ ഡ്രൈനെസ് ആണ്. നമുക്ക് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ ചില ആളുകൾക്ക് കൂടുമ്പോഴേക്കും ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വജൈനൽ ഡ്രൈനെസ് ആണ്. പെട്ടെന്നൊരു ഹോർമോൺസിന്റെ സർജ് ഉണ്ടാകുമ്പോഴേക്കും, ഇപ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ ആണെങ്കിലും പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണെങ്കിലും HCG ഹോർമോൺ ആണെങ്കിലും അങ്ങനെ മറ്റു പല ഹോർമോൺസും നിങ്ങൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ഇൻക്രീസ് ആകാറുണ്ട്. ഇതിലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഒരുപാട് കൂടുതലായിട്ട് വരുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് പലർക്കും പ്രഗ്നൻസിയുടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ വജൈനൽ ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈസ്ട്രജൻ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടും നിങ്ങൾക്ക് വജൈനൽ ഡ്രൈനെസ് അവിടെ ഫീൽ ചെയ്യുന്നു. നമുക്ക് ലൂബ്രിക്കേഷൻ അവിടെ നിന്ന് മാറുന്നു, വജൈന നല്ലതുപോലെ ഡ്രൈ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രഗ്നൻസി സിംറ്റംസ് ആണ്. പ്രഗ്നൻസി ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴും പ്രൈവറ്റ് പാർട്ട് ഹെൽത്തി ആയിട്ടും അതുപോലെ ക്ലീൻ ആയിട്ടും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വിവാഷ് ആണെങ്കിലും അതുപോലെ ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് ആണെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ചിലവരൊക്കെ ഉണ്ട് വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്ടോൾ ഉപയോഗിക്കുന്നവർ. ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അത് എക്സ്ട്രാ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിന് ഓൾറെഡി അതിൻ്റെതായിട്ടുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വജൈനയെ കൂടുതൽ ഡിസ്ചാർജ് വരുമ്പോഴേക്കും ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള മിസ്റ്റേക്സ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ എക്സ്ട്രാ ഫ്രാഗ്രൻസ് ഉള്ള സോപ്പുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. എപ്പോഴും നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നേർത്ത ചൂടുവെള്ളത്തിലോ നിങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സാധാ വെള്ളത്തിലാണെങ്കിലും നിങ്ങൾ ക്ലീൻ ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.